ഹൈക്കോടതിയും പറഞ്ഞു ഹിജാബ് എന്ന് പറയുന്നത് ഒരു നിർബന്ധിത മതവസ്ത്രമല്ല. സ്കൂളിൽ യൂണിഫോം ഉണ്ട്, ആ യൂണിഫോം അനുസരിച്ച് തന്നെ എല്ലാ വിദ്യാർത്ഥികളും വരേണ്ടതാണ് എന്ന് കേരള ഹൈക്കോടതിയും. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് കേരള ഹൈക്കോടതിയും കർണാടക ഹൈക്കോടതിയും സുപ്രീം കോടതി പോലും പറഞ്ഞൊരു കാര്യത്തിന് എതിരായിട്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എന്ന് പറയുന്ന അധമൻ മുസ്ലിം വോട്ടുകൾക്ക് വേണ്ടി 4 മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇയാള് ശരീഅത്ത് നടപ്പാക്കണം എന്ന് പറയുകയാണ്. ഒന്ന് ആലോചിച്ചോടെ, കേരളം എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഒരു മന്ത്രി, ഒരു വിദ്യാഭ്യാസ മന്ത്രി പറയുകയാണ് കേരളത്തിൽ ശരീഅത്ത് നടപ്പാക്കണം. ശരീഅത്ത് മത നിയമങ്ങൾ അടിസ്ഥാനത്തിലുള്ള യൂണിഫോമും എന്താ പറയാ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് കുട്ടികൾ സ്കൂളിൽ വരണം. സ്കൂൾ അധികൃതർ പറയുന്നു പറ്റില്ല, രക്ഷിതാക്കൾ പറയുന്നു ഞങ്ങൾക്ക് നിർബന്ധമില്ല, കോടതി പറയുന്നു ചെയ്യരുത്, ശിവൻകുട്ടി പറയുന്നു വേണം. അപ്പൊ ശിവൻകുട്ടി ഇവിടത്തെ കേരള ഹൈക്കോടതിയേക്കാൾ മുകളിൽ, സുപ്രീം കോടതിയേക്കാൾ മുകളിലാണോ ഈ ശിവൻകുട്ടി എന്നാണ് കേരളീയ പൊതുസമൂഹം ചോദിക്കേണ്ടത്. പക്ഷെ ആരും ചോദിക്കുന്നില്ല. കാരണം എന്താണ്? പേടിയാണ്. പേടി. CPM മന്ത്രിമാരെ കുറിച്ചോ CPM ഒരു സാധാരണ പ്രവർത്തകനെ കുറിച്ച് പോലും ചോദിക്കാൻ പേടിയാണ് ഇവിടത്തെ പൊതുസമൂഹത്തിന്. കഴിഞ്ഞ ദിവസം തന്നെ ഈ തിരുവനന്തപുരത്തുള്ള കരകുളം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ കുറിച്ച്, എനിക്ക് വലിയ പരിചയമില്ലാത്ത സ്ഥലമാണ് കേട്ടോ കരകുളം എന്ന് പറയുന്നത്. കരകുളത്തെ കുറിച്ച് എനിക്കുള്ള ആകെയുള്ള ഒരു വിവരം എന്ന് പറഞ്ഞാൽ കലാകൗമുദിയിൽ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു കേട്ടോ, കരകുളം, അശോകൻ കരകുളം. അപ്പൊ വളരെ വളരെ മികച്ചൊരു ഫോട്ടോഗ്രാഫറാണ് അശോകൻ കരകുളം. അപ്പൊ അശോകൻ തന്റെ പേരിനോടുകൂടി തന്റെ സ്ഥലപ്പേര് കരകുളം എന്ന് ചേർത്തിട്ടുണ്ട്. അപ്പൊ തിരുവനന്തപുരത്തുള്ള ഒരു സ്ഥലമാണ് കരകുളം എന്ന് പറയുന്നത്. കരകുളത്ത് നിന്ന് കഴിഞ്ഞ ദിവസം എന്റെ ഒരു വീട്ടമ്മ വിളിക്കുകയാണ് കേട്ടോ. എന്റെ 1-2 വീഡിയോകളൊക്കെ കണ്ടിട്ട് ആ വീട്ടമ്മ എന്നെ വിളിച്ച് പറയുകയാണ് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? ഞാൻ ചോദിച്ചു എന്താ നിങ്ങളുടെ പ്രശ്നം? അപ്പോ പറയുന്നു എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. ഈ കരകുളം എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ഒരു പാർട്ടി ഗ്രാമം പോലെ CPM-കാരും CPI-കാരും ഉൾപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാർ നടത്തുന്ന അവരുടെ അതിക്രമങ്ങളെ കുറിച്ച് വീട്ടമ്മ പറയുകയാണ് കേട്ടോ. എനിക്ക് സ്വൈര്യമായി ജീവിക്കാൻ പറ്റുന്നില്ല, എന്റെ വീട് ഇവർ അതിക്രമിച്ച് കയറുകയാണ്, എന്റെ സ്ഥലം ഇവര് കൈവശപ്പെടുത്തുകയാണ്, എനിക്ക് എവിടെയും പോകാൻ നിർവാഹമില്ല, എനിക്ക് പഞ്ചായത്ത് പോകാൻ പറ്റുന്നില്ല, ഇത് സംബന്ധിച്ച ഒരു സ്ഥാപനങ്ങളിൽ എനിക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം എല്ലായിടത്തും ഈ CPM-ന്റെ പ്രവർത്തകർ അവർ പറയുന്നതേ നടപ്പാക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ ഏത് പാർട്ടിക്കാരാണ്? അപ്പം പറഞ്ഞു ഞാൻ കോൺഗ്രസ് വിശ്വാസിയാണ്. അപ്പൊ അവിടെ കോൺഗ്രസ് നേതാക്കന്മാരൊന്നുമില്ലേ? അപ്പൊ അവര് പറയാണ് ഇവിടെ കോൺഗ്രസ്സുകാർക്കൊന്നും പ്രവർത്തിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞില്ല. എല്ലാവരും പേടിയിലാണ്. എനിക്കൊരു പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അവരതിൽ കരയുകയാണ്. എന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ? എന്റെ വസ്തുവകകളൊക്കെ ഇവർ കയ്യേറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്തും എനിക്ക് പരാതിപ്പെടാൻ പറ്റുന്നില്ല, ഇറങ്ങിപ്പോയിക്കോളെന്നാണ് അത്ര ഇവർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അധികാരം കയ്യിൽ കിട്ടിയാൽ ഇവർ നടത്തുന്ന തോന്നിവാസങ്ങൾ എത്രയാണെന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ കേട്ടോ. അപ്പോൾ ഇങ്ങനെ CPM-കാരുടെ ഒരു എന്താ പറയാ അവര് നടത്തുന്ന ഒരു ഏകാധിപത്യം, അവര് വിചാരിക്കുന്നതേ ഇവിടെ നടക്കുകയുള്ളൂ. ഇതിന്റെയൊക്കെ ഒരു പ്രതിരൂപമാണ് ഈ ശിവൻകുട്ടിയുടെ ഈ പ്രസ്താവന എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഭരണഘടന, കോടതികൾ എല്ലാം പറയുന്നു ഹിജാബ് എന്ന് പറയുന്നത് ഒരു നിർബന്ധിത മതവസ്ത്രമല്ല, അത് നിർബന്ധമല്ല, സ്കൂളുകളിൽ അത് നിർബന്ധമല്ല. പക്ഷേ ശിവൻകുട്ടിക്ക് അത് വേണം. ഞാൻ ശിവൻകുട്ടിയോടൊന്ന് ചോദിക്കട്ടെ, ഈ അതാത് മതവിഭാഗത്തിന്റെ വസ്ത്രങ്ങൾ വേണമെന്നാണ്. ഇത് വെറും ശരിയെന്ന് പറയുമ്പോൾ മുസ്ലിം വിദ്യാർത്ഥിനികൾക്ക് ഹിജാബ് ധരിച്ച് വരണമെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ജൈനന്മാരുടെ ഒരു പ്രത്യേക വിഭാഗമുണ്ട് കേട്ടോ, ദിഗംബര വിഭാഗം എന്ന് പറയുന്ന ഒരു വിഭാഗം. ശിവൻകുട്ടിക്ക് അറിയുമെന്നറിയില്ല. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി വളരെ ന്യൂനപക്ഷമാണ്. അവർ വിചാരിക്കുന്നത് ആകാശമാണ് അവരുടെ വസ്ത്രം എന്നാണ് അവർ വിചാരിക്കുന്നത്. അതാണ് അവരുടെ വിശ്വാസം. ഞങ്ങളുടെ വസ്ത്രം എന്ന് പറയുന്നത് വസ്ത്രം ആകാശമാകുമ്പോൾ തീർച്ചയായും അതിന്റെ അർത്ഥം അവർ നഗ്നരായി നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട് കേട്ടോ. നാളെ സ്കൂളിലേക്ക് ഒരു കുട്ടി വരികയാണ് ഉടുത്താടെയൊന്നും ഇല്ലാതെ, ഞങ്ങളുടെ മതവിശ്വാസം പറയുന്നു വസ്ത്രം ധരിക്കാൻ പാടില്ല, ഞങ്ങൾ ദിഗംബരരാണെന്ന് പറഞ്ഞാൽ ശിവൻകുട്ടി നിങ്ങൾ ഇത് അനുവദിച്ചു കൊടുക്കോ? അത് അനുവദിച്ചു കൊടുക്കോ ശിവൻകുട്ടി അനുവദിക്കില്ല. കാരണം ശിവൻകുട്ടിയേക്ക് ഈ മുസ്ലിം മതവിഭാഗക്കാർ മാത്രം കേരളത്തിൽ ജീവിച്ചാൽ മതി. മറ്റു മതവിഭാഗക്കാർക്ക് നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ, നിങ്ങളുടെ ക്ഷേത്രങ്ങളൊക്കെ ഞങ്ങൾ കൊള്ളയടിക്കും, നിങ്ങളെ ജീവിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. കരകുളത്തെ വീട്ടമ്മ പറഞ്ഞ പോലെ നിങ്ങളൊന്നും ജീവിക്കാൻ അനുവദിക്കില്ല. ഞങ്ങൾ പറയുന്നത് കേട്ട് ജീവിക്കാൻ പറ്റുമെങ്കിൽ ജീവിച്ചാൽ മതി. ഞങ്ങൾ പറയുന്ന വസ്ത്രം, ഞങ്ങൾ പറയുന്ന ഭക്ഷണം, ഞങ്ങൾ പറയുന്ന ഇടത്ത് നിങ്ങൾ ജീവിക്കണം. അതല്ലെങ്കിൽ 51 വെട്ടുവെട്ടി ഞങ്ങൾ നിങ്ങളെ അവസാനിപ്പിക്കും എന്ന് പറയുന്ന കിരാതഭരണം അതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ന് ദേശാഭിമാനിയിൽ മാത്രമല്ല കേട്ടോ,
ഇത് ദേശാഭിമാനിയിൽ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മാധ്യമത്തിലും ഈ വാർത്ത, മാധ്യമത്തിന്റെ എനിക്ക് തോന്നുന്നു 5-ാം പേജിൽ. ദേശാഭിമാനി കൊടുത്ത അത്ര വലുതായിട്ട് മാധ്യമം കൊടുത്തിട്ടില്ല കേട്ടോ. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. മാധ്യമം ഒരു 2 കോളത്തിലാണ് കൊടുത്തത്. ശിരോവസ്ത്രം ധരിച്ച് പഠനം അനുമതി നൽകണമെന്ന് മന്ത്രി പറയാണ്, അനുമതി നൽകണം. അങ്ങനെയാണ് മാധ്യമം കൊടുത്തത്. മാതൃഭൂമി പത്രം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മാതൃഭൂമിയുടെ ഒരു നിലപാട്, ഇവിടുത്തെ സുഡാപ്പികൾക്ക് അനുകൂലമായ നിലപാട് എടുക്കുന്ന മാതൃഭൂമി പത്രമാണ് പിന്നെ ശിവൻകുട്ടിയുടെ ഈ പ്രസ്താവന ഏറ്റെടുത്തത്. മാതൃഭൂമിയുടെ 7-ാം പേജിൽ ഇതാ താഴെ നല്ല ചുവന്ന ഹെഡിങ്ങിൽ, ശിരോവസ്ത്ര തർക്കം പരിഹരിച്ചതിന് പിന്നാലെ സ്കൂളിനെതിരെ മന്ത്രി, വീണ്ടും വിവാദം. ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിൽ തുടർ പഠനം നടത്താൻ കുട്ടിയെ അനുവദിക്കണമെന്ന് മന്ത്രി ശിവൻകുട്ടി എന്ന് പറഞ്ഞ് ഒരു വലിയ റിപ്പോർട്ട് മാതൃഭൂമിയിൽ. അപ്പോൾ സുഡാപ്പികൾക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുന്ന മാതൃഭൂമി, സുഡാപ്പികളുടെ ഒപ്പം കൂട്ടുന്ന ദേശാഭിമാനി, സുഡാപ്പികളുടെ സ്വന്തം പത്രമായ മാധ്യമം, ഇത് മൂന്നും ആഘോഷിക്കുകയാണ് അധമനായ ഈ മന്ത്രി പറയുന്ന തെണ്ടിത്തരം. ഹിജാബ് വേണത്രേ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വാർത്താ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഒരു പ്രസ്താവനയാണ് കേട്ടോ. ശിവൻകുട്ടിയുടെ പല പ്രസ്താവനകളും വിവാദമാകാറുണ്ട്, നമുക്കൊക്കെ അറിയാം. കഴിഞ്ഞ ദിവസം ശിവൻകുട്ടി പുറപ്പെടുവിച്ച ഒരു പ്രസ്താവന വിവാദം എന്നതിനേക്കാൾ ഏറെ നമ്മെ ഉത്കണ്ഠപ്പെടുത്തുന്നതാണ്. അതായത് കേരളം ഒരു മതാടിസ്ഥാനത്തിലുള്ള ഒരു സംസ്ഥാനമാണോ? അതാണ് ഞാൻ ഉന്നയിക്കുന്ന സംശയം. നമ്മളൊക്കെ മനസ്സിലാക്കിയിടത്തോളം കേരളം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ്. പക്ഷേ ശിവൻകുട്ടി കരുതുന്നത് കേരളത്തിൽ ശരീഅത്ത് സംവിധാനമാണ്. സുഡാപ്പികളുടെ ഇസ്ലാം മത തീവ്രവാദികളുടെ അഭിലാഷങ്ങൾക്കനുസരിച്ചുള്ള, അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള, ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒക്കെ ആവശ്യം നമ്മൾ നേരത്തെ അറിഞ്ഞതാണല്ലോ. അതായത് കേരളത്തെ ഒരു 50 വർഷത്തിനപ്പുറത്തേക്ക് ഒരു ഇസ്ലാമിക നാടാക്കി ഇസ്ലാമിക ഭരണം കൊണ്ടുവരണം എന്നൊക്കെയുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ ഒക്കെയുള്ള ഒരു അജണ്ട നമ്മൾ തിരിച്ചറിഞ്ഞതാണ്. അപ്പോൾ അതിനൊക്കെ അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേരളത്തെ ഒരു മതരാഷ്ട്രമാക്കണം, അവരുടെ കാലിൽ പോയി വീഴുകയാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി. കാരണം തിരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടത്തെ മതമേലധ്യക്ഷന്മാരെ തൃപ്തിപ്പെടുത്തുക, അവരുടെ എല്ലാ തോന്നിവാസങ്ങൾക്കും അംഗീകാരം നൽകുക എന്നുള്ളതാണ് CPM-ന്റെ പ്രധാനപ്പെട്ട നയം. കഴിഞ്ഞ 3-4 ദിവസങ്ങളായി നമ്മുടെ പത്രങ്ങളിലൂടെയൊക്കെ വരുന്ന വാർത്തയാണ് പള്ളുരുത്തിയിലുള്ള സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ ഒരു ഹിജാബ് വിവാദം. ഇത്രയേ ഉള്ളൂ. അവിടെ ഈ പള്ളിയച്ചന്മാർ നടത്തുന്ന ഒരു സ്കൂളാണ്. അവിടെ കർശനമായ എല്ലാ പബ്ലിക് സ്കൂളിലുള്ള പോലെ അവിടെയും യൂണിഫോം ഉണ്ട്. ഒരു പ്രത്യേക തരം യൂണിഫോം വിദ്യാർത്ഥികളൊക്കെ ഉണ്ട്. അത് നമ്മുടെ എല്ലാ സ്കൂളുകളിലും ഉള്ളതാണ്. സർക്കാർ സ്കൂളുകളിൽ ഉൾപ്പെടെ യൂണിഫോം ഉള്ള നാടാണല്ലോ നമ്മുടേത്. അതിൽ പ്രത്യേകിച്ച് അസ്വാഭാവികതയൊന്നുമില്ല. അവരുടെ ആ യൂണിഫോം അനുസരിച്ചാണ് കുട്ടികളൊക്കെ വരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു വിദ്യാർത്ഥിനി മാത്രം ഹിജാബ് ധരിച്ചുകൊണ്ട്, മുഖമാകെ മറച്ചുകൊണ്ട്, മുടിയും ഒക്കെ മറച്ചുകൊണ്ടുള്ള ഹിജാബ് ധരിച്ചുകൊണ്ട് സ്കൂളിലെത്തി. അപ്പൊ സ്കൂൾ അധികൃതർ പറഞ്ഞു ഇതിവിടെ നടക്കില്ല. കാരണം സ്കൂളിന്റെ ചട്ടങ്ങൾ അനുസരിച്ച്, ഈ സ്കൂളിന്റെ റെഗുലേഷൻസ് അനുസരിച്ച് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂളിലെ യൂണിഫോം നിർബന്ധമാണ്. സ്കൂൾ യൂണിഫോം ധരിച്ചു മാത്രമേ കുട്ടികൾ വരാൻ പാടുള്ളൂ എന്ന് സ്കൂളിന്റെ ചട്ടങ്ങളുണ്ട്. ഇതനുസരിച്ചാണ് നിങ്ങൾ ഇവിടെ പ്രവേശനം നേടിയത്. അപ്പം പിന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രയും ഈ വിദ്യാർത്ഥിനി വന്നത് ഈ ഹിജാബ് ധരിക്കാതെയാണ്. ഇന്നു മുതൽ ഈ ഹിജാബ് ധരിച്ചിട്ട് വരിക എന്ന് പറഞ്ഞാൽ അത് നടപ്പിലാകില്ല എന്ന് പറഞ്ഞു. ഈ കുട്ടിയെ ക്ലാസ്സിൽ ഇരുത്തിയില്ല. ഇവിടെയാണ് വിവാദം തുടങ്ങുന്നത് കേട്ടോ. പക്ഷേ സ്കൂളിലേക്ക് ഉടൻ തന്നെ SDPI വന്നു, സുഡാപ്പികൾ ഇൻഗ്ലാബ് വിളിച്ചു വന്നു. എന്നിട്ട് സ്കൂൾ അധികൃതർ പറഞ്ഞു നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, കാരണം ഹിജാബ് വേണം. കറുത്ത പർദ്ദയിട്ടിട്ട്, കറുത്ത ബുർക്കയിട്ടിട്ട്, നിക്കാബ് ധരിച്ചിട്ട്, ഹിജാബ് ധരിച്ചിട്ടൊക്കെ കുട്ടികൾ വരും. അവിടെയൊക്കെ പഠിപ്പിക്കണം. നിങ്ങളെ യൂണിഫോം ഒന്നും ശരിയാവില്ല. ഞങ്ങൾ പറയും ഹിജാബ് ധരിച്ച കുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കണം എന്നൊക്കെ പറയാണ്ട് ഒരു ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കി. ആ പാവം കന്യാസ്ത്രീകൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണല്ലോ, അവര് സ്കൂളിന് അവധി കൊടുത്തു. ആകെ സ്കൂൾ പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി.
പിന്നീട് ചർച്ചകൾ നടത്തി. ഈ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഈ സുഡാപ്പികളൊക്കെ വന്നു. അവരുടെ ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അവസാനം ഈ രക്ഷിതാവ് തന്നെ പറഞ്ഞു, ശരി, സ്കൂൾ പറയുന്നത് ശരിയാണ്, സ്കൂളിന്റെ പ്രത്യേക ചട്ടങ്ങൾ അനുസരിക്കാൻ തന്റെ മകൾ നിർബന്ധിതയാണ്, അതുകൊണ്ട് നാളെ മുതൽ തന്റെ മകൾ ഈ ഹിജാബ് ധരിക്കില്ല, സ്കൂളിന്റെ യൂണിഫോം ധരിച്ച് വന്നോളാം എന്ന് ഈ കുട്ടിയുടെ രക്ഷിതാവും പറഞ്ഞു. പ്രശ്നം തീർന്നതാണ്. പക്ഷേ ശിവൻകുട്ടിക്ക് ഇതങ്ങോട്ട് ദഹിക്കുന്നില്ല. കാരണം ഹിജാബ് വേണ്ടേ? കേരളത്തിലെ കുട്ടികളൊക്കെ ഹിജാബ് ധരിക്കണം എന്നാണ് മൂപ്പര് പറയുന്നത്. കാരണം കേരളത്തില് ശരിയത്ത് ഭരണമാണ്, കേരളത്തിൽ ശരിയത്താണെന്നേ. ഇത് പറഞ്ഞാലല്ലേ ഈ പറയുന്ന ശരിയത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ വോട്ടൊക്കെ നമുക്ക് കിട്ടുള്ളൂ. എന്തായാലും ഇപ്പം ഈ സ്വർണ്ണക്കൊള്ള വിവാദം വന്നതോടെ, അല്ല വിവാദമല്ല, യാഥാർത്ഥ്യം, സ്വർണ്ണക്കൊള്ള നടത്തി ഈ പറയുന്ന സഖാക്കളാകെ സ്വർണ്ണക്കള്ളന്മാരാണ് എന്ന ഒരു ധാരണ അല്ലെങ്കിൽ എന്നൊരു വിശ്വാസം തെളിവ് സഹിതം ജനങ്ങൾക്ക് മുമ്പിൽ എത്തിയതോടെ ശിവൻകുട്ടിക്ക് മനസ്സിലായി, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു ഹൈന്ദവ വിശ്വാസിയും പിണറായി വിജയന്റെ ഈ കൊള്ളക്കാർക്ക് വോട്ട് ചെയ്യില്ല എന്ന് ശിവൻകുട്ടിക്ക് അറിയാം. പിന്നെ എവിടുന്ന് വോട്ട് കിട്ടും? ഈ ന്യൂനപക്ഷങ്ങളുടെ പഴയ പോലെ തന്നെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടണം. ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് മൂപ്പര് പ്രശ്നമൊക്കെ സോൾവ് ചെയ്തിട്ട് മൂപ്പര് പറയാണല്ലോ, കുട്ടികൾ ഹിജാബ് ധരിക്കണം, അങ്ങനെ യൂണിഫോം ഒന്നും വേണ്ട, അമ്മാതിരി ടോക്കൊന്നും വേണ്ടട്ടോ. അവരോട് പറയാണ്, ഈ കന്യാസ്ത്രീകളുടെ ഈ സ്കൂളിനോട് പറയാണ്, നിങ്ങളുടെ യൂണിഫോം അവിടെ വെച്ചാൽ മതി, പെട്ടിയിൽ വെച്ചാൽ മതി. നമ്മളെ കുട്ടികളൊക്കെ ഈ മറ്റേ ഹിജാബ് ധരിച്ചു വരും, അവരെ കയറ്റണം. വിദ്യാഭ്യാസ മന്ത്രിയുടെ തിട്ടൂരമാണ് വലുതായിട്ട് കൊടുത്തത്. സഖാക്കന്മാരുടെ പത്രം ദേശാഭിമാനിയാണല്ലോ ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത്. ദേശാഭിമാനി പിന്നെ മാധ്യമത്തിന് പിന്നെ മാധ്യമത്തിൻ്റെതായ അജണ്ടയുണ്ട്, ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ മാധ്യമത്തിന്റെ അജണ്ടയുണ്ട്. അപ്പൊ ദേശാഭിമാനി പറയാണല്ലോ, ദേശാഭിമാനിയുടെ 2ാമത്തെ പേജിൽ 3 കോളത്തിൽ വലിയ തലക്കെട്ടാണ്, വിദ്യാർത്ഥിനിക്ക് ശിരോവസ്ത്രം ധരിച്ച് തുടർ പഠനത്തിന് സ്കൂൾ അനുമതി നൽകണം, ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അനുവദിക്കില്ല. ചിത്രം സഹിതം നമ്മുടെ വിദ്യാ ആഭാസ മന്ത്രി, അങ്ങനെ വേണം ഇയാൾ വിളിക്കാൻ. ഇയാൾ വിദ്യാഭ്യാസ മന്ത്രി അല്ലാന്നേ, വിദ്യാ ആഭാസ മന്ത്രിയാണ് ഈ പറയുന്ന മരപ്പൊട്ടൻ അല്ലേ. എന്തൊക്കെ പൊട്ടത്തരങ്ങൾ, മര്യാദയ്ക്ക് കുട്ടികളുടെ റിസൾട്ട് വരെ വായിക്കാൻ അറിയാത്ത, നിയമസഭയിലുള്ള തോന്നിവാസങ്ങളൊക്കെ ചെയ്ത പരമവിഡ്ഢിയായ, തോൽവിയായ കുട്ടികൾക്ക് അപമാനമാണ്. നിങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രി ആരാന്ന് ചോദിച്ചാൽ കുട്ടികൾ ഇപ്പം മറുപടി പറയാറില്ല കേട്ടോ. കാരണം വി ശിവൻകുട്ടി എങ്ങനെയാ പറയാ? ഒരു ഗുണ്ടാ നേതാവാണ് തങ്ങളുടെ മന്ത്രി എന്ന് ഏതെങ്കിലും ഒരു കുട്ടി, വിവരമുള്ള ഒരു കുട്ടി പറയും, ഞങ്ങളുടെ മന്ത്രി എന്ന് പറയുന്നത് ഒരു ഗുണ്ടാ നേതാവാണ് എന്ന്. സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഉണ്ടല്ലോ. നിയമസഭയിൽ ഇയാൾ കാട്ടിക്കൂട്ടുന്ന ഈ തോന്നിവാസങ്ങൾ, അണ്ടർവെയർ കാണാം, ചാടിക്കടന്ന് ഇങ്ങനെ പോവുകയായിരുന്നു ഡെസ്കിന്റെ മേലെ കൂടെ, എല്ലാം അടിച്ചു പൊട്ടിച്ചുകൊണ്ട് അല്ലേ. എന്നിട്ട് കോടതി പോയി പറയേ ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇതൊക്കെ കണ്ടതോ, ഈ വീഡിയോയിലൊക്കെ കണ്ടതോ, ജനം മുഴുവൻ കണ്ടതോ, അത് കണ്ണിന്റെ തകരാറായിരിക്കും, ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ മുരത്ത കള്ളം പറയുന്ന കള്ളന്മാരുടെ പ്രതിനിധിയായ ശിവൻകുട്ടി പറയുകയാണ് കേട്ടോ, വിദ്യാർത്ഥിനിക്ക് ശിരോവസ്ത്രം ധരിച്ച് തുടർ പഠനത്തിന് സ്കൂൾ അനുമതി നൽകണം. എപ്പോഴാ പറയുന്നത്? ഇതൊക്കെ സോൾവ് ആയതിനു ശേഷം ഹിജാബ് ധരിച്ചിട്ട് എന്റെ കുട്ടി നാളെ മുതൽ ഹിജാബ് ധരിച്ചിട്ട് വരില്ല, സ്കൂൾ യൂണിഫോം ധരിച്ചേ വരൂ എന്ന് പിതാവ് പറഞ്ഞിട്ട് പോലും ശിവൻകുട്ടി പറയാണ് അതൊന്നും പറ്റില്ല പിതാവേ. ആ പിതാവല്ല, ഈ ക്രിസ്ത്യൻ പിതാവിനല്ല വിളിച്ചത് കേട്ടോ, ഈ കുട്ടിയുടെ ബാപ്പനെ വിളിച്ചത്. അമ്മാതിരി കീഴടങ്ങലൊന്നും വേണ്ട ബാപ്പ, മോളെ ഹിജാബ് തന്നെ ധരിച്ചിട്ട് വിട്, നമ്മൾ നോക്കിക്കോളാം എന്നാണ് ശിവൻകുട്ടി പറയുന്നത്. ഇനി വാർത്ത, എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ ശിരോവസ്ത്രം ധരിച്ചതിന്റെ പേരിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ക്ലാസ്സിൽ കയറ്റാതെ പുറത്തു നിർത്തിയ സംഭവത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെട്ടു എന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. വിദ്യാർത്ഥിനിക്ക് മതവിശ്വാസത്തിന്റെ ഭാഗമായ ശിരോവസ്ത്രം ധരിച്ച് തുടർ പഠനം നടത്താൻ സ്കൂൾ അനുമതി നൽകണം. ശിരോവസ്ത്രത്തിന്റെ നിറവും ഡിസൈനും സ്കൂൾ അധികൃതർക്ക് തീരുമാനിക്കാം. അതൊരു വലിയ കാര്യം കേട്ടോ. ശിവൻകുട്ടി അങ്ങനെ ഒരു ഇളവ് സ്കൂൾ അധികൃതർ നൽകി. നിറമൊക്കെ നിങ്ങൾക്ക് നൽകാം, അതായത് കറുപ്പ് വേണം, നമുക്ക് നിർബന്ധമൊന്നുമില്ല, അത് നിറങ്ങൾ പറഞ്ഞു, പക്ഷെ ഹിജാബ് വേണം, അത് അധികൃതർക്ക് തീരുമാനിക്കാം. വിദ്യാർത്ഥിനിക്കും രക്ഷിതാക്കൾക്കും ഉണ്ടായ മാനസിക വിഷമങ്ങൾ പൂർണ്ണമായി പരിഹരിച്ച് ബുധൻ പകൽ 11-ന് മുമ്പായി റിപ്പോർട്ട് സമർപ്പിക്കാൻ സ്കൂൾ പ്രിൻസിപ്പലിനും മാനേജർക്കും കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്.
വിദ്യാർത്ഥിനിയുടെ പിതാവിന്റെ പരാതിയിൽ എറണാകുളം വിദ്യാഭ്യാസ ഉപഡയറക്ടർ നടത്തിയ അന്വേഷണത്തിൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ട് എന്ന് കണ്ടെത്തി. വിദ്യാർത്ഥിയെ ശിരോവസ്ത്രം ധരിച്ചതിന്റെ പേരിൽ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയത് ഗുരുതര കൃത്യവിലോപവും വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ലംഘനവുമാണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരന്റെ മൗലികമായ മതാചാര സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമായ നടപടിയാണ് ഇതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിൽ ഒരു വിദ്യാർത്ഥിക്കും ഇത്തരത്തിൽ ദുരനുഭവം ഉണ്ടാവാൻ പാടില്ല. ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അനുവദിക്കില്ല. വിഷയത്തിൽ സർക്കാർ തുടർന്നും ജാഗ്രത പുലർത്തുമെന്നും മന്ത്രി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഇനി എന്തിനാ പേടിക്കണേ? ഇനി എന്തിനാ അന്തംഗമ്മികളെ പേടിക്കുന്നത്? മുസ്ലിം വിഭാഗങ്ങളാകെ എങ്ങനെ കോൾമയർക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ വിശ്വാസം, ഞങ്ങളെ ശരീഅത്ത് സംരക്ഷിക്കാൻ ഇവിടെ ആരുണ്ട്? ശിവൻകുട്ടിയുണ്ട്. ശിവൻകുട്ടി ഞങ്ങളുടെ ശരീഅത്ത് സംരക്ഷിക്കും. ഞങ്ങൾക്ക് വേണ്ടി ഇനി സുഡാപ്പികളൊന്നും വേണ്ട, ശിവൻകുട്ടി മതി. ശിവൻകുട്ടി മൂത്താപ്പ നമ്മളെ എന്ത് ചെയ്യും? നമ്മളെ ഈ ഹിജാബിന് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിച്ച് ആര് മുന്നിലുണ്ടാവും? ശിവൻകുട്ടി മുന്നിലുണ്ടാവും. ഇനി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഹിജാബ് ഒരു നിർബന്ധിത മതവസ്ത്രമല്ല. ഹിജാബ് എന്നുള്ളത് ഒരു നിർബന്ധിതമായ ഭരണഘടന അനുവദിക്കുന്ന അല്ലെങ്കിൽ ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്ന നിർബന്ധിതമായ ഒരു മതചിഹ്നമല്ല, ഒരു മതവസ്ത്രമല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് കേരള ഹൈക്കോടതിയും കർണാടക ഹൈക്കോടതിയുമാണ്. നിങ്ങൾക്കറിയാലോ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കർണാടകയിൽ ഒരു ഏറ്റവും വലിയൊരു ഹിജാബ് വിവാദമുണ്ടായി. ഒരു പറ്റം പെൺകുട്ടികൾ ഞങ്ങൾക്ക് ഹിജാബ് ധരിച്ചേ സ്കൂളിൽ വരൂ, ഞങ്ങൾ എന്നാലേ പഠിക്കൂ, എന്നാലേ പരീക്ഷ എഴുതൂ എന്നൊക്കെ പറഞ്ഞ് അവിടെ കുറച്ച് പെൺകുട്ടികൾ കർണാടകയിലെ ഒരു സ്കൂളിൽ ഇതേപോലെ സമരം നടത്തിയിരുന്നു. ദിവസങ്ങളോളം അധ്യയനം അവസാനിച്ചു. അവിടെ വൻ പ്രക്ഷോഭമായി. അവസാനം കർണാടക ഹൈക്കോടതി വിധി കൽപ്പിച്ചു, ഹിജാബ് ഒരു നിർബന്ധിത മതവസ്ത്രമല്ല. സ്കൂളിൽ വരുന്ന കുട്ടികൾ സ്കൂൾ യൂണിഫോം ധരിച്ച് തന്നെ വരണമെന്ന് കർണാടക ഹൈക്കോടതി പറഞ്ഞു കേട്ടോ. അപ്പോഴാണ് വീണ്ടും ഒരു സുപ്രീം കോടതിയിൽ പോയത്. സുപ്രീം കോടതിയിലെ കേസ് ഇതുവരെ വിധി വന്നിട്ടില്ല. അതുകൊണ്ട് കർണാടകയിൽ ഇപ്പോഴും കർണാടക ഹൈക്കോടതിയുടെ വിധി പ്രാബല്യത്തിലാണ്. അത് സ്റ്റേ ചെയ്തിട്ടില്ല, അത് റദ്ദാക്കിയിട്ടില്ല. കേരളത്തിലും വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ സംഭവം ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്തും ഇതേപോലെ ഒരു പെൺകുട്ടി പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. അന്ന് കേരള ഹൈക്കോടതിയും പറഞ്ഞു, ഹിജാബ് എന്ന് പറയുന്നത് ഒരു നിർബന്ധിത മതവസ്ത്രമല്ല. സ്കൂളിൽ യൂണിഫോം ഉണ്ട്, ആ യൂണിഫോം അനുസരിച്ച് തന്നെ എല്ലാ വിദ്യാർത്ഥികളും വരേണ്ടതാണ് എന്ന് കേരള ഹൈക്കോടതിയും. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, കേരള ഹൈക്കോടതിയും കർണാടക ഹൈക്കോടതിയും സുപ്രീം കോടതി പോലും പറഞ്ഞൊരു കാര്യത്തിന് എതിരായിട്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എന്ന് പറയുന്ന അധമൻ മുസ്ലിം വോട്ടുകൾക്ക് വേണ്ടി 4 മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇയാള് ശരീഅത്ത് നടപ്പാക്കണം എന്ന് പറയുകയാണ്. ഒന്ന് ആലോചിച്ചോടെ, കേരളം എങ്ങോട്ടേക്കാ പോകുന്നത്? ഒരു വിദ്യാഭ്യാസ മന്ത്രി പറയുകയാണ് കേരളത്തിൽ ശരീഅത്ത് നടപ്പാക്കണം. ശരീഅത്ത് മത നിയമങ്ങൾ അടിസ്ഥാനത്തിലുള്ള യൂണിഫോമും വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് കുട്ടികൾ സ്കൂളിൽ വരണം. സ്കൂൾ അധികൃതർ പറയുന്നു പറ്റില്ല, രക്ഷിതാക്കൾ പറയുന്നു ഞങ്ങൾക്ക് നിർബന്ധമില്ല, കോടതി പറയുന്നു ചെയ്യരുത്, ശിവൻകുട്ടി പറയുന്നു വേണം. അപ്പൊ ശിവൻകുട്ടി ഇവിടത്തെ കേരള ഹൈക്കോടതിയേക്കാൾ മുകളിൽ, സുപ്രീം കോടതിയേക്കാൾ മുകളിലാണോ ഈ ശിവൻകുട്ടി എന്നാണ് കേരളീയ പൊതുസമൂഹം ചോദിക്കേണ്ടത്.